Hi friends, Bytz in the Pudiyayilikku എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വ്ളോഗേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞൻ ക്യാമറയായ GoProയുടെ Hero 10 Black ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2023 ആയി GoProയുടെ 12 ഒക്കെ വന്നു. എന്നിട്ട് നമ്മൾ എന്താ ഇപ്പോൾ ഈ GoPro 10ന്റെ അൺബോക്സിംഗ് ചെയ്യുന്നതല്ലേ? അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ദിവാലി സെയിൽ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റീറ്റെയിൽ പ്രൈസ് 27,500 ഉള്ള ക്യാമറ നമുക്ക് കിട്ടിയത് 24,300ലാണ്. അതേസമയം നമ്മൾ GoProന്റെ Hero 12 നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൈസ് വന്നിട്ട് സ്റ്റാൻഡേർഡ് വേർഷന് 45,000ഉം ക്രിയേറ്റേഴ്സ് എഡിഷൻ വന്നിട്ട് 65,000ഉം ആണ്. ഇത് ആമസോണിൽ വരുമ്പം ഇവർ നോ കോസ്റ്റ് EMIൻ്റെ ഒരു ഓപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ, അല്ലാണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ GoPro 10ൻ്റെ മാത്രമല്ല കേട്ടോ, GoProൻ്റെ ക്യാമറ ഏത് വേർഷൻ ആണെങ്കിലും അവർ തരുന്ന ഈ ഒരു പൗച്ച് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പൗച്ചാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ടൈപ്പ് സി ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്, പിന്നെ ബാറ്ററി തന്നിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ മൗണ്ട്സ് ആണ്. 2 ടൈപ്പ് മൗണ്ട് തന്നിട്ടുണ്ട്, നമുക്ക് സൈക്കിളിലും ബൈക്കിലൊക്കെ മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതൊരു ഡിജിറ്റൽ യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു നോർമലി ഉള്ള യൂസർ മാനുവൽ, പിന്നെ ഇവിടെ കുറച്ച് GoProൻ്റെ സ്റ്റിക്കേഴ്സും തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറേൻ്റെ പുറത്ത് സ്ക്രീനിൻ്റെയും ലെൻസിൻ്റെയും പുറത്തൊക്കെ പ്രൊട്ടക്റ്റീവ് ഫിലിംസ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വന്നിട്ട് GoPro 9ലുള്ള സെയിം ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി GoPro 9 ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിം ബാറ്ററി തന്നെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാവുന്നതാണ്. ബാറ്ററീൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ മൗണ്ട്സ് ഒക്കെ തന്നെ നമുക്ക് GoPro 9ലുള്ള പോലെ തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ GoPro 9ലുള്ള മൗണ്ട്സ് ഒക്കെ തന്നെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാമറയിൽ ബാറ്ററിയും SD കാർഡും ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് GoPro ക്വിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ഇനി നമുക്ക് GoPro 9ൽ നിന്നും GoPro 10ലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് GoPro 10ലുള്ള ലാബലിംഗ് ഒക്കെ ബ്ലൂ കളറിലാണ്, GoPro 9ൽ വൈറ്റ് കളറിലാണ് കൊടുത്തേക്കുന്നത്. കാഴ്ചയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസസ് ഒക്കെ തന്നെയുള്ളൂ. വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ GoPro 9ൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് ഒക്കെ തന്നെ നമുക്ക് മൗണ്ട്സും ബാറ്ററിയും ഒക്കെ GoPro 10ലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് GoPro Hero 10ൽ സ്റ്റാൻഡേർഡ് പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ആക്ച്വലി 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് മാക്സിമം 5.3K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന നമ്മൾ മീഡിയ മോഡ്സ് ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലാഷും മൈക്കും ഒക്കെ ഈസി ആയിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. GoPro 10 തൊട്ടിട്ടാണ് ഇതിലെ സെൻസർ വന്നിട്ട് GP2 സെൻസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ GoPro 9 മുതൽ അതിൻ്റെ മുന്നേയുള്ള GoPro ക്യാമറാസിലൊക്കെ പഴയകാല GoPro ഫോണിൽ ഉപയോഗിച്ചിരുന്ന സെൻസറാണ് യൂസ് ചെയ്തിരുന്നത്. GoPro 9 കമ്പയർ ചെയ്യുമ്പം GoPro 10 കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാസ്റ്റാണ്. ടച്ച് സ്ക്രീനും റെസ്പോൺസും നാവിഗേഷനും ഒക്കെ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. GoPro ക്യാമറാസിൻ്റെ സ്റ്റെബിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വേർഷൻ വരുന്നതിനനുസരിച്ചിട്ട് ബെറ്റർ സ്റ്റെബിലിറ്റിയാണ് തരുന്നത്. ഇപ്പോൾ നമ്മൾ 9നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10ൽ ബെറ്റർ സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ വന്ന 12നെ കമ്പയർ ചെയ്യുമ്പം 10നെക്കാട്ടിയും കൂടുതൽ 12ലാണ് ബെറ്റർ സ്റ്റെബിലിറ്റി ഉള്ളത്. പിന്നെ GoPro 10ൽ ലെൻസ് കവറിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലെൻസ് കവർ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ നോർമൽ വീഡിയോ എടുക്കുമ്പം ഈ ലെൻസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുന്നുണ്ട്. ആ അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ചെയ്തതിൻ്റെ എഫക്ട്സ് ഒന്നും നോർമൽ വീഡിയോയിൽ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ലെൻസ് കവർ വന്നിട്ട് നല്ല സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും കൂടിയാണ്. നമ്മൾ GoPro 10ൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ GoPro 12 ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 5 ഡിഫറൻസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് സെൻസർ റെസൊല്യൂഷൻ GoPro 12ൽ 27 MP ആണ്, GoPro 10ൽ 23 MP ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതൊരു 158 ഗ്രാമിൻ്റെ ആണ്, GoPro 12 വന്നിട്ട് 154 ഗ്രാംസിൻ്റെ ആണ്. തേർഡ് ഡിഫറൻസ് നമുക്ക് വരുന്നത് ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ GoPro 12ൽ നമുക്ക് 12mm വൈഡ് ആംഗിൾ ഫോക്കൽ ലെങ്ത്ത് കിട്ടുമ്പം GoPro 10ൽ നമുക്ക് കിട്ടുന്നത് 16mm വൈഡ് ആംഗിൾ ഫോക്കൽ ലെങ്ത്ത് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് മാക്സിമം റെസൊല്യൂഷൻ്റെ കാര്യത്തിലാണ്. GoPro 10ൽ 5120x2880 മാക്സിമം റെസൊല്യൂഷൻ ആകുമ്പം GoPro 12ൽ വന്നിട്ട് 5312x2988 റെസൊല്യൂഷനാണ്. ലാസ്റ്റ് ഡിഫറൻസ് വന്നിട്ട് മൈക്രോ SD കാർഡിൻ്റെ കാര്യത്തിലാണ്. GoPro 12 വന്നിട്ട് UHS കാർഡ് സപ്പോർട്ട് ചെയ്യുമ്പം GoPro 10 അത് സപ്പോർട്ട് ചെയ്യുന്നില്ല.
സോ ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം GoPro 12 വാങ്ങിക്കേണ്ട അത്രയും നമ്മൾ എക്സ്പെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ GoPro 10 ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ GoPro 9 ഉണ്ടെങ്കിൽ GoPro 10 പോകേണ്ട ആവശ്യമില്ല. കാരണം അത് തമ്മിൽ അത്രയും വലിയ ഫീച്ചർ ഡിഫറൻസസ് ഒന്നുമില്ല. പക്ഷേ GoPro 9 മുന്നേയുള്ള ഏതെങ്കിലും ക്യാമറാസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ GoPro 10. ആൻഡ് ഞങ്ങളെപ്പോലെ ഒരു GoPro ക്യാമറാസും കയ്യിലില്ലാത്ത ആളുകളാണെങ്കിലും ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ എ GoPro ക്യാമറ. ബിക്കോസ് ആ ആമസോണിൽ നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് ആണ്. സോ മേക്ക് യൂസ് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പം ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.